സ്നേഹമുള്ളവരെ, സമകാലീന ലോകചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ 200 വർഷങ്ങൾക്കുള്ളിൽ വളർന്നു വരികയും തളർന്നു പോവുകയും ചെയ്ത ഒരു പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം. ഈ മാർക്സിസം അധികാരത്തിൽ വന്ന രാഷ്ട്രങ്ങളെല്ലാം ദയനീയമായി പരാജയപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് അവർക്ക് ഒരു രാഷ്ട്രത്തെ അതിൻ്റെ വളർച്ചയിലേക്കും ലക്ഷ്യത്തിലേക്കും നയിക്കാൻ കഴിയാതിരിക്കുന്നത്? ഇതേ അപകടം തന്നെയാണ് RSS ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തിനുള്ളത്. എന്താണ് ആ അപകടം? അതെന്താണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാകാത്തത്? അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാകാത്തതിന് ഒരു കാരണം ഞാൻ കണ്ടെത്തിയത് പറയുകയാണ്. അതായത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ പരിശോധിച്ചാൽ, അത് ഇന്ത്യയിലെ മാത്രമല്ല പൊതുവെ യൂണിവേഴ്സിറ്റികൾ പരിശോധിച്ചാൽ, സിലബസിൻ്റെ അകത്ത് അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്, അവർ പ്രധാനമായിട്ടും ശ്രദ്ധ ചെലുത്തുന്നത് എന്താണ് രാഷ്ട്രം എന്ന് പഠിപ്പിക്കാനാണ്. വാട്ട് ഈസ് എ സ്റ്റേറ്റ്? എന്തിനാണ് രാഷ്ട്രം എന്ന് പഠിപ്പിക്കാൻ അവർ മെനക്കെടുന്നില്ല. എന്താണ് രാഷ്ട്രം എന്ന് പഠിപ്പിക്കുന്ന ആ ശാസ്ത്രശാഖയ്ക്ക് വിളിക്കുന്ന പേരാണ് പൊളിറ്റിക്കൽ സയൻസ്. എന്തിനാണ് രാഷ്ട്രം? വൈ? അതിനെ രാഷ്ട്രം എന്ന് വിളിക്കുന്ന വൈ ഈസ് സ്റ്റേറ്റ്? ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ശാസ്ത്രശാഖേനെ പറയുന്ന പേരാണ് പൊളിറ്റിക്കൽ ഫിലോസഫി. യൂണിവേഴ്സിറ്റികൾ, ആധുനിക യൂണിവേഴ്സിറ്റികളിൽ പൊളിറ്റിക്കൽ ഫിലോസഫിക്ക് 2ാം സ്ഥാനവും പൊളിറ്റിക്കൽ സയൻസിന് 1ാം സ്ഥാനവുമാണ്. അത് പൊളിറ്റിക്കൽ ഫിലോസഫി, എന്തിനാണ് രാഷ്ട്രം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക RSSനും മാർക്സിസത്തിനും, എന്തിനേറെ പറയുന്നു ക്രിസ്ത്യാനികൾക്കും എന്തിനാണ് രാഷ്ട്രം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ല. എവിടേക്കാണ് കപ്പലോടിക്കേണ്ടത് എന്നറിയാതെ ഒരു കപ്പിത്താൻ കപ്പലിൽ കയറിയിരുന്നാൽ കപ്പൽ എവിടെയാണ് എത്തുക? കപ്പിത്താന് വഴി അറിയില്ല, ലക്ഷ്യം അറിയില്ല. എന്തിനാണ് രാഷ്ട്രം? വാട്ട് ഈസ് ഇറ്റ്സ് പർപ്പസ്? എന്നെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നു, എന്നെ മുഖ്യമന്ത്രിയായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു, എന്ത് ചെയ്യാനാണ്? അപ്പം ആദ്യം തന്നെ എന്താണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഇതിനെക്കുറിച്ച് പറയുന്നത്? അവർ പറയുന്നത് രാഷ്ട്രം ഉദയം ചെയ്തത് തന്നെ ഒരു വർഗസമരത്തിൽ യജമാനന് അടിമയെ അടിച്ചമർത്താൻ രൂപീകൃതമായ ഒരു സംവിധാനമാണ് രാഷ്ട്രം. അപ്പൊ രാഷ്ട്രത്തിന് ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? യജമാനനും അടിമകളും തമ്മിലുള്ള യുദ്ധത്തിൽ യജമാനന്റെ വർഗശത്രുവായ അടിമയെ അടിച്ചമർത്തുക. അപ്പൊ എന്താണ് ഫ്യൂഡലിസത്തിൽ രാഷ്ട്രത്തിന്റെ ദൗത്യം? എന്താണ്? എതിരാളിയെ അടിച്ചമർത്തുക. ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയിൽ എന്താണ് രാഷ്ട്രത്തിന്റെ ലക്ഷ്യം? തൊഴിലാളിയെ അടിച്ചമർത്തുക. അപ്പൊ ഒരു സോഷ്യലിസ്റ്റ് രാജ്യം വരുമ്പോ അവിടെ എന്താണ് രാഷ്ട്രത്തിന്റെ ലക്ഷ്യം? രാഷ്ട്രത്തിന്റെ തൊഴിലാളികളുടെ എതിരാളികളായ മുതലാളിമാരെ അടിച്ചമർത്തുക. അങ്ങനെ വർഗശത്രു ഇല്ലാതാകുമ്പോൾ രാഷ്ട്രം തന്നെ അപ്രത്യക്ഷമാകുമെന്നാണ് കാറൽ മാർക്സ് പഠിപ്പിക്കുന്നത്. അപ്പൊ രാഷ്ട്രത്തിന് പോസിറ്റീവായ ക്രിയാത്മകമായ യാതൊരു റോളും ഇല്ല. ഭരിക്കുന്ന പാർട്ടിയുടെ എതിരാളികളെ അടിച്ചമർത്താനുള്ള ഒരു ഉപകരണമാണ് രാഷ്ട്രം എന്നതാണ് മാർക്സിയൻ പ്രത്യയശാസ്ത്രം മനുഷ്യനോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചാലും അവർ എതിരാളികളെ ഉന്മൂലനം ചെയ്യാനുള്ള
ഒരു ഉപകരണമായിട്ട് മാത്രമാണ് രാഷ്ട്രത്തെയും വിദ്യാഭ്യാസത്തെയും കാണുള്ളൂ. അതുകൊണ്ടാണ് ഇവരുടെ കപ്പലിൽ കപ്പിത്താന് എവിടേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുന്നത്. RSSനെ കുറിച്ച് പഠിച്ചു നോക്കിയപ്പോഴും എന്താണ് അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ രാഷ്ട്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? രാഷ്ട്രത്തിന് യാതൊരു റോളും ഇല്ലേ. ആ റോള് മുഴുവൻ കിടക്കുന്നത് സംസ്കാരത്തിനാണ്. ആ സംസ്കാരത്തിൽ എന്താണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം? എന്താണ്? സംസ്കാരത്തിന് വിരുദ്ധമായവരെ ഇല്ലാതാക്കുക. അതാണ് അവർ പറയുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിന് ക്ലാസ് എനിമി ആരാണ് എന്ന് മാർക്സ് നിർവചിക്കുന്നത് പോലെ ഹിന്ദുത്വയ്ക്ക് എതിരായവരെ മുഴുവൻ ഉന്മൂലനാശം ചെയ്തു കഴിയുമ്പോൾ രാജ്യം ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും? പിന്നെ രാഷ്ട്രത്തിൻ്റെ ആവശ്യമില്ല. ഇതാണ് അവരും പഠിപ്പിക്കുന്നത്. അപ്പം നെഗറ്റീവ് റോളാണ് സ്റ്റേറ്റിന് പറയുന്നത്. ക്രിസ്തു മതത്തിലെ രാഷ്ട്രത്തെ നിർവചിച്ച് കൊണ്ടുവന്ന സിറ്റി ഓഫ് ഗോഡിലും സെന്റ് അഗസ്റ്റിൻ രാഷ്ട്രത്തിന് കൊടുക്കുന്നത് നെഗറ്റീവ് റോളാണ്. എന്താണ് കൊടുക്കുന്ന റോള്? മനുഷ്യനിൽ നന്മയുമുണ്ട് തിന്മയുമുണ്ട്. ആ തിന്മയുള്ളത് കൊണ്ട് സൊസൈറ്റിയിൽ പ്രശ്നങ്ങളുണ്ടാവും. ആ തിന്മ ചെയ്യുന്നവരെ ഇല്ലായ്മ ചെയ്യുന്ന പ്രക്രിയയാണ് രാഷ്ട്രത്തിൻ്റെ റോള്. വേറെ യാതൊരു ലക്ഷ്യവും ക്രിസ്തുമത ചിന്തയുടെ അകത്ത് രാഷ്ട്രത്തിന് നിർവചിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ മൂന്ന് ചിന്തകളും വളരെ അപര്യാപ്തമാണ് രാഷ്ട്രത്തെക്കുറിച്ച്. പിന്നെ രാഷ്ട്രത്തെക്കുറിച്ച് ആരാണ് ചിന്ത നൽകിയിട്ടുള്ളത്? അത് പ്രിയമുള്ളവരെ ഞാൻ ചിന്തിച്ചു നോക്കി. ഇവിടെ ഒരിക്കൽ സജി ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക മന്ത്രി പറഞ്ഞു, ഭരണഘടന എന്നത് എന്ന കുന്തവും കുടച്ചക്രവും ആണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഞാനൊന്ന് പരിശോധിച്ച് നോക്കി ചരിത്രത്തിൽ. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഭരണഘടനയുടെ 3 ഭാഗങ്ങളാണ് ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്. ഇങ്ങനെ 3 ഭാഗങ്ങളുണ്ടായിരിക്കണം ഒരു സർക്കാരിന് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആൾ ആരാണ് എന്നൊരു അന്വേഷണം നടത്തി നോക്കി. പൊളിറ്റിക്കൽ സയൻസിലെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പലരോടും ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരം നൽകാൻ പറ്റിയില്ല. എൻ്റെ സ്വയം അന്വേഷണത്തിൽ ഞാൻ ഇങ്ങനെ പഠിച്ച് അന്വേഷിച്ചിരിക്കുമ്പോഴാണ് അരിസ്റ്റോട്ടിലിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കാനിടയായത്. ആ പൊളിറ്റിക്സ് എന്ന പുസ്തകത്തിൻ്റെ അപ്പുറത്തുള്ള വേറൊരു പുസ്തകമാണ് എത്തിക്സ്. അതിനു മുൻപ് പ്ലാറ്റോ രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകമാണ് റിപ്പബ്ലിക്. അപ്പോൾ റിപ്പബ്ലിക്, എത്തിക്സ്, പൊളിറ്റിക്സ് എന്നീ 3 ഗ്രന്ഥത്തിലൂടെയാണ് നമ്മുടെ നാട്ടിലുള്ള ഈ ഭരണ സംവിധാനം പോലും രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അംബേദ്കറാണ് ഭരണഘടന ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് തിരുത്തി പറയണം. സോളൻ എന്ന് പറയുന്ന ഒരു ചിന്തകൻ വികസിപ്പിച്ചതും പിന്നീട് പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ മുതലായവർ വളർത്തിയതും പിന്നീട് ചരിത്രത്തിലൂടെ രൂപം കൊണ്ടുവന്നതുമായ യൂറോപ്യൻ ഭരണ സംവിധാനത്തിൻ്റെ നല്ല ഭാഗങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് തിരുത്തി പറയാൻ നിങ്ങൾക്ക് ദയവുണ്ടാകണം. കാരണം എങ്കിലാണ് ഈ ഭരണഘടനയുടെ ആത്മാവ് എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പം ഭരണഘടനയുടെ ആത്മാവ് വരുന്ന വഴികളിലൂടെ സഞ്ചരിക്കാതെ ഭരണഘടനയിൽ അങ്ങനെയുണ്ട്, ഭരണഘടനയിൽ ഇങ്ങനെയുണ്ട്, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് ഭരണഘടന പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ വെറുതെ ഇരുന്ന് തട്ടിവിടുന്ന ആളുകൾക്ക് ഭരണഘടന, ഈ ഇന്ത്യൻ ഭരണഘടന തന്നെ വൈദേശികമാണെന്ന് അറിയില്ല. എന്താ ചെയ്യുക? അതുകൊണ്ടാണ് അവർ പറയുന്നത് ഭരണഘടന ഞങ്ങൾക്ക് ഇതില്ല, ഭരണഘടന ഇല്ലാതെ തന്നെ ഞങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. അതാണ് പറഞ്ഞത്. RSSനെ എന്തിനാണ്
ഒരു രാഷ്ട്രം രൂപപ്പെടുത്തേണ്ട എന്നതിനെക്കുറിച്ച് യാതൊരു ദിശയില്ല. അതുകൊണ്ടാണ് ഈ രാഷ്ട്രം അതിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള രംഗത്ത് വീരവാദങ്ങൾ പറയാമെന്നല്ലാതെ അത് ആക്ച്വലൈസ് ചെയ്യപ്പെടാൻ സാധ്യത കുറവാണ്. കാരണം വണ്ടി ഓടിക്കുന്നവർക്ക് ഇതെവിടേക്ക് ഓടിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പം എങ്ങനെയാണ് ഒരു രാഷ്ട്രം നിർമ്മിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എന്താണ് ഈ സോളനും പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും സിസറോയും മോണ്ടസ്കിയും ഹെഗലും ഒക്കെ എഴുതി വെച്ചതെന്ന് നമുക്ക് തോമസ് ഹോബ്സും ഒക്കെ എഴുതി വെച്ചതെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. അപ്പോഴാണ് ഭരണഘടനയുടെ ആത്മാവ് അറിയുക. ഈ സോളൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യമായി തന്നെ ഏതൻസിലെ ഒരു ഭരണ സംവിധാനം ഉണ്ടാകണമെന്ന് ചിന്തിക്കാനുള്ള കാരണം തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ആ രാജ്യത്ത് ഇടയ്ക്കിടയ്ക്ക് കലാപങ്ങൾ ഉണ്ടാകുകയാണ്. ആ കലാപങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ കണ്ടെത്തിയത് ഇതാണ്: ഒരു വിഭാഗം ജനങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ, 90% ആളുകളുടെ കയ്യിലും കഷ്ടി ജീവിക്കാനുള്ള മാർഗമേ ഉള്ളൂ. അപ്പം ഇവരധ്വാനിക്കുക, അവരുടെ കയ്യിൽ മുഴുവൻ സ്വത്ത് വരിക. സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള ഈ അസന്തുലിതാവസ്ഥയാണ് സമൂഹത്തിലെ അനൈക്യമുണ്ടാകാനുള്ള കാരണമെന്ന് കണ്ടെത്തിയ അദ്ദേഹം ഈ സമൂഹത്തിന്, രാഷ്ട്രത്തിന് ഐക്യം വരണമെങ്കിൽ വിവിധ വിഭാഗം ജനവിഭാഗങ്ങൾക്ക് അവരവർക്ക് അർഹിക്കുന്നത് ലഭിക്കണം. ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും അടുത്ത കണ്ടെത്തൽ ഇതാണ്: കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സമ്പന്നർ അതിസമ്പന്നരാകുകയും ദരിദ്രർ വീണ്ടും ദരിദ്രരാകുകയും ചെയ്യുന്ന ഒരു വിതരണ സാമ്പത്തിക അസമത്വത്തിൻ്റെ ആഴം കൂടി വരുന്നു എന്നുള്ളതാണ്. അതൊരു തകർച്ചയിലേക്കുള്ള യാത്രയാണെന്ന് ആണ് ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ഇത് കണ്ടിട്ടാണ് ആദ്യം തന്നെ സോളൻ പറഞ്ഞത് ഓരോ വിഭാഗം ജനങ്ങൾക്ക് അർഹിക്കുന്നത് സംഭാവന ചെയ്യണം, അതിനനുസരിച്ച് നിയമം നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു രാഷ്ട്രം എന്താണെന്ന് ചിന്തിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്ഫുലിംഗങ്ങൾ. രാഷ്ട്രമുണ്ട്, പക്ഷെ രാഷ്ട്രചിന്തയില്ല. ഭരണഘടനയുണ്ട്, അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. അതുകൊണ്ട് സോളനാണ് ആദ്യം രാഷ്ട്രം ഉണ്ടാക്കിയതെന്ന് പറയല്ല, സോളനാണ് ആദ്യം രാഷ്ട്രം എന്തിനാണ് എന്നുള്ള പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ആദ്യത്തെ സ്ഫുലിംഗങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് പിന്നീട് സോളന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം, സോക്രട്ടീസിൻ്റെ ശിഷ്യനായ പ്ലാറ്റോ അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തിൻ്റെ 12ാമത്തെ പേജ് പറഞ്ഞാൽ ശരിയാവില്ല, നമ്പർ പറയണം. അതിൽ അദ്ദേഹം ഇതിനെ എന്താണ് നീതി എന്ന് എഴുതി വെച്ചു. ആ നീതി എന്ന വാക്കിൻ്റെ നിർവചനം ഇതാണ്: അർഹിക്കുന്നവർക്ക് അർഹിക്കുന്നത് ലഭിക്കുക എന്നുള്ളതാണ് നീതി. നീതിയുടെ അനന്തരഫലമാണ് സമാധാനം, ഹാർമണി. ആ ഹാർമണിയുടെ അനന്തരഫലമാണ് വികസനം. അപ്പോൾ സോളൻ്റെ ശേഷം 200 വർഷങ്ങൾക്ക് ശേഷമാണ് അതൊരു നിർവചനത്തിലെത്തുന്നത്. അർഹിക്കുന്നവന് അർഹിക്കുന്നത് കൊടുക്കുക എന്നതാണ് നീതി. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിനാണ് നിയമം ഉണ്ടാക്കി വരുന്നത്, നിയമം. അപ്പോൾ ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള നിയമസംഹിതകളുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്താണ്? നീതി നടപ്പിലാക്കലാണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ അടുത്ത ചോദ്യം ചോദിച്ചു, എന്തിനാണ് ഈ ഹാർമണിയും ഇതൊക്കെ ഉണ്ടാവുന്നത്? അപ്പോൾ അടുത്ത ഉത്തരം എഴുതി. എന്താണ് ഉത്തരം എഴുതിയത്? അതാണ് അരിസ്റ്റോട്ടിലിൻ്റെ പൊളിറ്റിക്കൽ ചിന്തയുടെ ആദ്യത്തെ അധ്യായം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: ഒരു രാഷ്ട്രത്തിൻ്റെ അന്തിമ ലക്ഷ്യം അവിടെയുള്ള ഓരോ പൗരൻ്റെയും സന്തോഷം പരമാവധിയാക്കുകയാണ്, ഹാപ്പിനെസ്. അപ്പം ഇന്ന് ചിലർ ഹാപ്പിനെസ് ഇൻഡെക്സിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ വിചാരം ഇവിടുത്തെ ഏതോ എക്കണോമിക്സുകാരൻ എഴുതിയുണ്ടാക്കിയതാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നാണ്.
ഹാപ്പിനെസ് ഇൻഡെക്സ് എഴുതി വെച്ചത് 2500 കൊല്ലങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ആ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും, ഹിന്ദുക്കളുടെയല്ല, തൊഴിലാളികളുടെയല്ല, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സന്തോഷം പരമാവധിയാക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സംവിധാനത്തിൻ്റെ, ഭരണഘടനയുടെ, നിയമങ്ങളുടെ ലക്ഷ്യം. ആ സന്തോഷം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? നീതിപൂർവമായിട്ട് പെരുമാറണം. നീതിപൂർവമായിട്ട് പെരുമാറണമെങ്കിൽ എന്തു വേണം? നിയമം അനുസരിക്കണം. ആ നിയമം അനുസരിച്ചാൽ എന്തുണ്ടാകും? അപ്പം നിയമം എങ്ങനെയായിരിക്കണം? നീതി പുലരാൻ തക്ക വിധത്തിലായിരിക്കണം നിയമം നിർമ്മിക്കേണ്ടത്. അപ്പം പ്രിയമുള്ളവരെ, സന്തോഷം ഉണ്ടാവണമെങ്കിൽ നിയമം ഉണ്ടാവണം, നീതി വേണം. നീതി വേണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? നിയമം വേണം. നിയമം അനുസരിക്കണമെങ്കിൽ എന്തു വേണം? അതിനാണ് അരിസ്റ്റോട്ടിൽ ഒരു പുസ്തകം എഴുതിയത്, എത്തിക്സ്. ആ എത്തിക്സ് എന്ന് പറയുന്ന പുസ്തകം, അതിനെക്കുറിച്ചാണ് രവിചന്ദ്രൻ മാഷിക്കുള്ള മറുപടിയിൽ ഞാൻ പറഞ്ഞത്. എത്തിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നതാണ് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് എത്തിക്കലായിട്ട് പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സംവിധാനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെയും സ്കൂളിൻ്റെയും ലക്ഷ്യം എന്താണ്? ഏറ്റവും ബേസിക്കായിട്ട് എത്തിക്സ് പഠിപ്പിക്കണം. അതതിൻ്റെ അടിത്തറയിൽ എവിടെ പഠിപ്പിക്കണം? വീട്ടിൽ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് അവർ പറയുന്നത് കുടുംബം ഉണ്ടാവണമെന്ന്. അപ്പോൾ കുടുംബം വേണം, കുടുംബത്തിൽ എത്തിക്സ് ഉണ്ടാവണം, അത് സ്കൂളിൽ പഠിപ്പിക്കണം, അത് നിയമസംഹിതയിൽ അതിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാവണം. ആ നിയമസംഹിത അനുസരിക്കുമ്പോൾ നീതി നടപ്പിലാകും. നീതി നടപ്പിലാകുമ്പോൾ അർഹിക്കുന്നത് കിട്ടും. അപ്പോൾ ജനങ്ങളുടെ സന്തോഷം പരമാവധിയാകും. ഇതാണ് രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം. അതിനായിട്ട് എന്ത് വേണം? ജുഡീഷ്യറി വേണം, ലെജിസ്ലേറ്റീവ് വേണം. ലെജിസ്ലേറ്റീവ് എന്നല്ല ആൾ എഴുതണേ, ഡെലിബറേറ്റീവ് എന്നാണ്. ഡെലിബറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ നിയമങ്ങളുടെ അർത്ഥം കൃത്യമായിട്ട് ചർച്ച ചെയ്ത് ഡെലിബറേറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ലെജിസ്ലേഷൻ. അപ്പോൾ ഈ ലക്ഷ്യങ്ങളില്ലാതെ ഇന്ത്യയിലെ ജനത എവിടേക്കാണ് ഇന്ത്യയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ എത്തിക്സ് ഇല്ലാതെ എന്തില്ല? പൊളിറ്റിക്സ് ഇല്ല. എത്തിക്സ് ഇല്ലാത്ത പൊളിറ്റിക്സ് സ്കൗണ്ട്രൽസിൻ്റെ ഒരു സങ്കേതമാണ് എന്നൊക്കെ പറയാനുള്ള കാരണം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം കള്ളസാക്ഷ്യം പറയരുതെന്ന്, നുണ പറയരുതെന്ന് വീട്ടിലും സ്കൂളിലും പഠിപ്പിച്ചിട്ട് വേണം അവനെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലിക്ക് വെക്കാൻ. അല്ലാത്തവൻ എന്തു ചെയ്യും? കള്ളസാക്ഷ്യം കൊടുത്ത് കൈക്കൂലി വാങ്ങും. ആ കൈക്കൂലി വാങ്ങുമ്പോഴാണ് സിസ്റ്റം തകരാറായി പോകുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, രാഷ്ട്രത്തിൻ്റെ പോസിറ്റീവ് ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി ജനങ്ങളുടെ സന്തോഷമാണ്. അതിനുവേണ്ടി എന്തുണ്ടാവണം? അർഹിക്കുന്നവന് അർഹിക്കുന്നത് കൊടുക്കണം. അതിന് വിളിക്കുന്ന പേരാണ് നീതി. അതിനു വേണ്ടിയാണ് നിയമങ്ങളും സ്റ്റാറ്റ്യൂട്ട്സും ഒക്കെ ഉണ്ടാക്കുന്നത്. അത് നടപ്പിലാക്കുന്ന ആളുകളാണ് എക്സിക്യൂട്ടീവ്സ്. അത് നടപ്പിലാക്കുന്നത് നിയമം അനുസരിച്ച് തന്നെയാണോ എന്ന് പരിശോധിക്കുന്നവരാണ് ജുഡീഷ്യറി. അത് കൃത്യമായിട്ട് നിർദ്ദേശിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് ലെജിസ്ലേറ്റീവ്. അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ്? പരമാവധി ജനങ്ങളുടെ പരമാവധി സന്തോഷം, ഹാപ്പിനെസ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ലക്ഷ്യം സമൂഹത്തിന് ഇല്ലാതെ വരുമ്പോൾ ഭരണാധികാരികൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് രാഷ്ട്രം എന്തിന് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇന്ത്യയിലെ ബുദ്ധിജീവികൾക്ക് കഴിയട്ടെ, രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയട്ടെ, സാധാരണ ജനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിൽ ഓരോ വിഭാഗം ജനങ്ങൾക്കും അർഹിക്കുന്നത് ലഭിക്കാനും നീതി നടപ്പിലാകാനും അങ്ങനെ നഗരത്തിൽ സന്തോഷമുണ്ടാകാനും സർവ ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയുടെ അടയാളമായി ഈ നാട്ടിലെ ഭരണാധികാരികൾ മാറട്ടെ. ഓരോ വ്യക്തിയും ഇത് മനസ്സിൽ പൂജിക്കുമ്പോൾ അപ്പോൾ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടാകും. അങ്ങനെയുള്ളൊരു സന്തോഷ ജനതയായി ഇന്ത്യൻ രാജ്യം മാറട്ടെ, ഇന്ത്യൻ രാഷ്ട്രം മാറട്ടെ എന്ന് ഈ 2026 ഈ
ഒന്നാം ദിവസം തന്നെ ഞാൻ ആശംസിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.